ഹലോ, ഇന്ന് അത്ഭുത മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കുറച്ച് കൊഞ്ച് തന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈയും ബീഫ് ബിരിയാണിയും. ബീഫ് ബിരിയാണിക്ക് ഞാൻ 1.5 കിലോ പോത്തിറച്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും റിബ് കേജാണ്. ബിരിയാണിക്ക് എപ്പോഴും കിടാവിറച്ചിയാണ് നല്ലത്. അപ്പോൾ ഞാനിത് കിടാവിറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അതും പത്തവാരി എല്ലിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലോടുകൂടിയ പീസാണ്. വലിയ പീസസാക്കി മുറിച്ച് വാഷ് ചെയ്ത് കുറച്ച് മഞ്ഞൾ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് 2 മണിക്കൂർ വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ വരാൻ തുടങ്ങി. ഇനി നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ ബീഫ് നിരത്തി തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് ഒരു 10-12 സവാളയാണ്. ഈ സവാള ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഈസി ആയിട്ട് നേരിയതായിട്ട് അരിയാൻ പറ്റും. അതുമാത്രമല്ല, ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്ത് നമ്മുടെ ബീഫിലേക്കിട്ട് വേവിക്കുകയും ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന് ഈ സമയം ബീഫും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ആ സവാളയുടെ പീസസ് ഇതിലേക്കിട്ട് അതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും 3 തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതും ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളകും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് അതും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചു. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് പൊടികളാണ്. 2 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കൊത്തമല്ലിയും പുതിനയും ചേർത്ത് ഒന്നും കൂടെ വേവിക്കാൻ വെച്ചു. ഈ സമയം നമ്മുടെ സവാള മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് ആ പാനിലേക്ക് തന്നെ കശുവണ്ടി അതും ഒന്നായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്രിസ്മസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം ഞാൻ അരി ഒന്ന് വെള്ളത്തിലിട്ട് 5 മിനിറ്റ് വെച്ചതിന് ശേഷം വാരി വെച്ചതാണിത്. അങ്ങനെ കശുവണ്ടി ശരിയായി വന്നപ്പോഴേക്കും ക്രിസ്മസും കൂടെ ചേർത്ത് അതും ഫ്രൈ ചെയ്തെടുത്തു. ഒരു കലത്തിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് അതിലേക്ക് വലിയ ഏലക്ക, പട്ട, കുരുമുളക്, ചെറിയ ഏലക്കയും ജാതിപത്രി, കറിയാമ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചു. കുറച്ച് ഫ്രൈ ചെയ്ത സവാള ഈ ബീഫിലേക്കിട്ട് അതൊന്ന് യോജിപ്പിച്ച് നമ്മുടെ ഇത് വെള്ളമൊക്കെ പറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് വലിയ ജീരകവും അരിയും കൂടെ ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് വേവിക്കാൻ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചോറും നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് ഈ ചോറ് കോരി നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ കുറച്ച് ഇറച്ചിയെടുത്ത് ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നിരത്തി അതിൻ്റെ മുകളിലേക്ക് കോരി വെച്ച ചോറിട്ട് അതും പരുത്തി അതിൻ്റെ മുകളിലേക്ക് കൊത്തമല്ലി, പുതിന ആ പീസസും ഇട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറ് വെച്ച് ബാക്കിയുള്ള ഇറച്ചിയും കൂടെ വെച്ച് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്രിസ്മസും ഇട്ട് ഈ സമയം വരെ നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും സ്പ്രെഡ് ചെയ്ത് അടച്ച് വെച്ച് അതിൻ്റെ മുകളിലൊരു വെയിറ്റും എടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബിരിയാണി റെഡിയായി. 2 പീസസ് വെച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഒരു മുട്ടയും അതിൻ്റെ മുകളിലേക്ക് ചോറും വീണ്ടും ചോറ് അതിൻ്റെ മുകളിൽ നല്ലതുപോലെ പൊത്തി അതിൻ്റെ ഒപ്പം തന്നെ ഡെക്കറേഷനായിട്ട് നമ്മുടെ സവാളയും കാഷ്യൂസും റൈസിൻസും ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡെക്കറേഷൻ ആയിട്ട് നമ്മുടെ കൊഞ്ചും വെച്ച് സാലഡും വെച്ച് ഇന്നത്തെ ലഞ്ച് സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.